ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവറിഡേയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അതെ, എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ് ഈ ഡീപ്പ് ഡൈവില് പരിശോധിക്കുന്നത്. ഈ കേൾക്കുന്ന നിങ്ങളോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ദരിദ്രരായിരിക്കുക അല്ലെങ്കിൽ എന്താ പറയാ, സ്വന്തമായി യാതൊരു സമ്പാദ്യവും ഇല്ലാതിരിക്കുക എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിൽ പലർക്കും അതൊരു ഭയപ്പെടുത്തുന്ന ചിന്തയാണ് ശരിക്കും. തീർച്ചയായും. പക്ഷേ ലോകത്തിലെ സകല ഭൗതിക സമ്പാദ്യങ്ങളും വ്യക്തിപരമായ ബാങ്ക് അക്കൗണ്ടുകളും എന്തിന് സ്വന്തമായ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത അവസ്ഥയെ വളരെ സന്തോഷത്തോടെ നെഞ്ചേറ്റി ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതെ, നമ്മുടെ സിസ്റ്റർമാർ അല്ലെ സന്യാസിനികൾ. കൃത്യമായി പറഞ്ഞു. പണവും സാമ്പത്തിക വ്യവസ്ഥകളുമൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകത്തിന് പുറത്തുള്ള കാര്യങ്ങളാണ് എന്നാണ് നമ്മുടെയൊക്കെ ഒരു പൊതുവായ ധാരണ, അല്ലേ? ശരിയാണ്. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ 3 വ്രതങ്ങളിലൂടെയാണല്ലോ അവർ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ. ഇതിൽ ദാരിദ്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തമായി യാതൊരു ഭൗതിക സമ്പത്തും പാടില്ല എന്ന് തന്നെയാണ്. എല്ലാം അവർ ജീവിക്കുന്ന ആ സന്യാസ സമൂഹത്തിൻ്റേത് മാത്രമാണ്. വ്യക്തിഗതമായ സമ്പാദ്യങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. അപ്പോ ഇവിടെയാണ് ഇന്നത്തെ നമ്മുടെ ഈ അന്വേഷണത്തിന്റെ ഒരു പ്രസക്തി വരുന്നത്. കഴിഞ്ഞ ദിവസം ജോർജ് കൊമ്മറ്റം ഗ്ലോബൽ സിസ്റ്റേഴ്സ് റിപ്പോർട്ടിൽ എഴുതിയ വളരെ ശ്രദ്ധേയമായ ഒരു ലേഖനം ഞാൻ വായിക്കുകയുണ്ടായി. ആ ലേഖനം വലിയ ചർച്ചയായിരുന്നല്ലോ. അതെ, ഈ വേറിട്ട ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ ആകെ മാറ്റിയെഴുതുന്ന ഒന്നാണത്. ഭൗതികമായ സമ്പാദ്യങ്ങൾ പൂർണ്ണമായും വേണ്ടെന്ന് വെച്ച ഈ സന്യാസിനികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കാൻ പോകുന്നു എന്നതായിരുന്നു ആ വലിയ വാർത്ത. ഒറ്റ നോട്ടത്തിൽ അതൊരു വലിയ വിരോധാഭാസമായി തോന്നും. ശരിക്കും എനിക്കും അങ്ങനെയാണ് തോന്നിയത്. സ്വന്തമായ ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത തികച്ചും ആത്മീയമായ ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരാളിലേക്ക് സർക്കാരിന്റെ മാസം തോറുമുള്ള ഈ പെൻഷൻ തുക എങ്ങനെയാണ് എത്തിച്ചേരുക? വളരെ ന്യായമായ ഒരു ചോദ്യമാണത്. വളരെ സങ്കീർണവും എന്നാൽ ചിന്തിപ്പിക്കുന്നതുമായ ഒരു വിഷയമാണത്. അതെ, കേരള സർക്കാർ 50 വയസ്സിനു മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾക്ക് പെൻഷൻ നൽകാൻ തീരുമാനിച്ചതും അത് കത്തോലിക്കാ സഭയ്ക്കുള്ളിൽ വലിയൊരു വാദപ്രതിവാദങ്ങൾക്ക് തിരികൊളുത്തിയതുമാണ് ഈ ലേഖനത്തിന്റെ കാതൽ. പക്ഷേ ഈ തീരുമാനത്തിനു പിന്നിലെ ചില സാങ്കേതിക കാര്യങ്ങൾ നമ്മൾ ആദ്യം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് എനിക്കും ആദ്യം അറിയേണ്ടത്. ഈ കഴിഞ്ഞ ജാനുവരി 28-ന് കേരള ക്യാബിനറ്റ് എടുത്ത തീരുമാനം ശരിക്കും എന്തായിരുന്നു? അതായത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സിസ്റ്റർമാർക്ക് വേണ്ടി മാത്രം സർക്കാർ ഒരു പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചതാണോ? അല്ല, ഒരിക്കലുമല്ല. അങ്ങനെയല്ല സംഭവിച്ചത്. അല്ലേ? ഹാജരാക്കണമായിരുന്നു. 1, അവർ അവിവാഹിതയാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. ശരി. 2, അവരുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം വ്യക്തമാക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ്. ജനുവരി 28-ലെ ക്യാബിനറ്റ് തീരുമാനത്തിലൂടെ സർക്കാർ ചെയ്തതെന്താന്ന് വെച്ചാൽ മഠങ്ങൾ, ആശ്രമങ്ങൾ തുടങ്ങിയ മതാധിഷ്ഠിത സ്ഥാപനങ്ങളിൽ കഴിയുന്ന സ്ത്രീകൾക്ക് ഈ 2 സർട്ടിഫിക്കറ്റുകളും ഇനി മുതൽ നിർബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഒരു മിനിറ്റ്, എനിക്കിവിടെ ചെറിയൊരു സംശയമുണ്ട്. സന്യാസിനികളെ സംബന്ധിച്ചിടത്തോളം അവർ അവിവാഹിതരാണെന്നത് ലോകത്തിനറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ എന്തിനാണ് അവർക്ക് ഈ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു വലിയ തടസ്സമായി മാറിയത്? അവർക്ക് സ്വന്തമായി ശമ്പളമൊന്നുമില്ലല്ലോ. അവിടെയാണ് നമ്മുടെ ഉദ്യോഗസ്ഥതലത്തിലുള്ള സാങ്കേതികമായ നൂലാമാലകൾ കിടക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു വില്ലേജ് ഓഫീസർ എങ്ങനെയാണ് ഒരു മഠത്തിൽ ജീവിക്കുന്ന സിസ്റ്റർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക? അത് ശരിയാണല്ലോ. ആ വ്യക്തിക്ക് സ്വന്തമായി 1 രൂപ പോലും വരുമാനമില്ലായിരിക്കാം. പക്ഷേ അവർ താമസിക്കുന്ന മഠം അല്ലെങ്കിൽ ആ കോൺഗ്രിഗേഷൻ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒന്നായിരിക്കാം. വലിയ ആശുപത്രികളും സ്കൂളുകളുമൊക്കെ നടത്തുന്ന വലിയ സ്ഥാപനങ്ങളാകാം. കൃത്യം. അപ്പോൾ വില്ലേജ് ഓഫീസർ ആരെയാണ് വിലയിരുത്തേണ്ടത്? വ്യക്തിയെയാണോ അതോ ആ വ്യക്തി ഭാഗമായിരിക്കുന്ന സ്ഥാപനത്തെയാണോ? അതൊരു വലിയ ആശയക്കുഴപ്പമാണല്ലോ. അതെ, ഈ ഒരു ആശയക്കുഴപ്പം കാരണം വർഷങ്ങളായി അർഹരായ പലർക്കും ഈ പെൻഷൻ നിഷേധിക്കപ്പെടുകയായിരുന്നു. പുതിയ തീരുമാനത്തോടെ ശമ്പളമോ പെൻഷനോ ഇല്ലാത്ത ഈ സ്ത്രീകളെ സർക്കാർ ഒരു പ്രത്യേക വിഭാഗമായി അംഗീകരിക്കുകയും ആ തടസ്സം പൂർണ്ണമായും നീക്കുകയും ചെയ്തു. അപ്പോൾ വ്യക്തിയെ ആ സ്ഥാപനത്തിൽ നിന്നും വേർതിരിച്ചു കണ്ടുകൊണ്ട് സർക്കാർ നേരിട്ട് അവരിലേക്കെത്തുകയാണ്. അതെ. ഈ ലേഖനത്തിൽ പറയുന്നൊരു പ്രധാന കണക്കുണ്ട്. ഇന്ത്യയിലെ കത്തോലിക്ക സന്യാസിനികളിൽ 3-1 കേരളത്തിലാണുള്ളത്. വളരെ വലിയൊരു സംഖ്യയാണത്. അതെ.
വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യമേഖലയിലും അനാഥാലയങ്ങളിലുമൊക്കെ സ്വന്തമായൊരു ശമ്പളമോ പ്രോവിഡന്റ് ഫണ്ടോ അല്ലെങ്കിൽ വിരമിക്കൽ ആനുകൂല്യങ്ങളോ ഇല്ലാതെ അവർ തങ്ങളുടെ യുവത്വം മുഴുവൻ സമൂഹത്തിനു വേണ്ടി ചെലവഴിക്കുകയാണ്. തീർച്ചയായും. ഈ കേൾക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇന്നത്തെ കാലത്തെ ആ ഗിഗ് വർക്കർമാരെ പോലെയല്ലേ ഈ സിസ്റ്റർമാരുടെ അവസ്ഥ? അതായത് ഊബർ ഡ്രൈവർമാരെയോ ഫുഡ് ഡെലിവറി ചെയ്യുന്നവരെയൊക്കെ പോലെ. ആ ഒരു താരതമ്യം വളരെ രസകരമാണ്. അല്ലേ? അവർ മുഴുവൻ സമയവും ജോലി ചെയ്യും, പക്ഷെ അവർക്ക് സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ സ്ഥിരമായ സുരക്ഷാ വലയവുമില്ല. വാർദ്ധക്യത്തിൽ അവർക്ക് സ്വന്തമായി യാതൊരു സാമ്പത്തിക ഭദ്രതയുമില്ല. ഗിഗ് വർക്കർ താരതമ്യം ശരിയാണ്. പക്ഷേ സന്യാസ ജീവിതത്തിന്റെ കാര്യത്തിൽ അത് കുറച്ചുകൂടി സങ്കീർണമാണ് കേട്ടോ. ആണോ? അതെന്താ അങ്ങനെ? ഒരു ഗിഗ് വർക്കർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജോലി മാറാനോ വേള വഴിക്ക് സമ്പാദിക്കാനോ കഴിയും. എന്നാൽ ഇവിടെ ഒരു സന്യാസിനി തന്റെ ജീവിതം പൂർണ്ണമായും ആ സ്ഥാപനത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. അത് ശരിയാ. സന്യാസ സമൂഹങ്ങൾ തീർച്ചയായും അവരുടെ പ്രായമായ അംഗങ്ങൾക്ക് വൈദ്യസഹായവും താമസ സൗകര്യവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ കോൺഫറൻസ് ഓഫ് റിലീജിയസ് ഇന്ത്യയുടെ, അതായത് CRIയുടെ കേരള യൂണിറ്റ് മേധാവിയായ സിസ്റ്റർ ആർദ്ര കുഴിനാപ്പുറത്ത് ലേഖനത്തിൽ വളരെ യാഥാർത്ഥ്യബോധമുള്ളൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണത്? ഈ പറയുന്ന ആന്തരിക സാമ്പത്തിക സുരക്ഷ എല്ലാ മഠങ്ങളിലും ഒരുപോലെയല്ല എന്നതാണത്. അതായത് എല്ലാ സിസ്റ്റർമാർക്കും ഒരേപോലെ മതിയായ പരിഗണന ലഭിക്കുന്നില്ല എന്നാണോ? അതെ. സാമ്പത്തികമായി വലിയ ശേഷിയില്ലാത്ത ചെറിയ കോൺഗ്രിഗേഷനുകളുണ്ട്. അതുപോലെ വളരെ ഒറ്റപ്പെട്ടതും പാർശ്വവൽക്കരിക്കപ്പെട്ടതുമായ ഗ്രാമീണ മേഖലകളിൽ സേവനം ചെയ്യുന്നവരുണ്ട്. യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെ വർഷങ്ങളായി ജോലി ചെയ്യുന്നവർ. കൃത്യം. അവർക്ക് പ്രായമാകുമ്പോൾ എന്തെങ്കിലും വലിയൊരു അസുഖം വന്നാൽ അത് കൈകാര്യം ചെയ്യാൻ പലപ്പോഴും അവരുടെ ആ ചെറിയ സമൂഹത്തിന് കഴിഞ്ഞെന്നു വരില്ല. അവിടെയാണ് പ്രതിമാസം ലഭിക്കുന്ന 1600 രൂപയുടെ ഈ സർക്കാർ പെൻഷൻ വലിയൊരാശ്വാസമായി മാറുന്നത്. സിസ്റ്റർ ആർദ്ര ഈ തീരുമാനത്തെ ഇത്രത്തോളം സ്വാഗതം ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോ ഇതിൽ നിന്നെനിക്ക് മനസ്സിലാകുന്നത്, സ്വന്തം ജീവിതം ദൈവത്തിനും സമൂഹത്തിനുമായി മാറ്റിവെക്കുന്ന ഒരാൾ സ്റ്റേറ്റിന്റെ ക്ഷേമ പദ്ധതികളിൽ നിന്ന് സ്വയം പുറത്തുപോകുന്നു എന്നൊരു ധാരണ നമുക്കിടയിലുണ്ട്. എന്നാൽ ഈ നയം പറയുന്നത് നേരെ തിരിച്ചല്ലേ? അതെ, അത് വളരെ കൃത്യമായൊരു നിരീക്ഷണമാണ്. വെറുമൊരു സാമ്പത്തിക സഹായം എന്നതിനപ്പുറം ഇതൊരു വലിയ പൗരാവകാശ പ്രശ്നം കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരാള് ആത്മീയ ജീവിതത്തിനായി സ്വന്തം സമ്പത്ത് ത്യജിക്കാൻ തീരുമാനിച്ചാൽ ഇന്ത്യയിലെ ഒരു പൗരനെന്ന നിലയിലുള്ള അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ ഇല്ലാതാകുമോ? അതൊരു അതിമനോഹരമായ ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തി സന്യാസവ്രതം എടുക്കുമ്പോൾ അവർ ഭൗതിക ലോകത്തിലെ സമ്പത്താണ് ത്യജിക്കുന്നത്. അല്ലാതെ ഇന്ത്യൻ ഭരണഘടന അവർക്ക് നൽകുന്ന അവകാശങ്ങളെയോ അവരുടെ പൗരത്വത്തെയോ അല്ല. അതെ, തീർച്ചയായും അല്ല. പക്ഷേ നിർഭാഗ്യവശാൽ കാലാകാലങ്ങളായി ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് അതായിരുന്നു. സിസ്റ്റർ ആർദ്ര വളരെ വേദനയോടെ ഓർത്തെടുക്കുന്ന ഒരു ചരിത്രമുണ്ട് ലേഖനത്തില്. റേഷൻ കാർഡ് പോലുമുള്ള വളരെ അടിസ്ഥാനപരമായ ഒരു അവകാശം പോലും സന്യാസിനികൾക്ക് ലഭ്യമായത് വളരെ അടുത്ത കാലത്താണ്. വാവ്, ശരിക്കും റേഷൻ കാർഡ് പോലും ഉണ്ടായിരുന്നില്ലേ? അതെ, അവർക്ക് സ്വന്തമായി കുടുംബമില്ല, വിലാസമില്ല എന്നൊക്കെയുള്ള സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് അന്നത് നിഷേധിച്ചിരുന്നത്. അതുകൊണ്ടുതന്നെ ഈ പെൻഷൻ തീരുമാനത്തെ ഒരു സാമ്പത്തിക സഹായം എന്നതിലുപരി ഒരു മനുഷ്യാവകാശ വിജയമായി തന്നെ കാണണം. തീർച്ചയായും. പൗരത്വം എന്നത് നമ്മുടെ വിശ്വാസങ്ങൾക്കും ആത്മീയ തിരഞ്ഞെടുപ്പുകൾക്കും അതീതമായി നിലനിൽക്കുന്ന ഒന്നാണല്ലോ. ലേഖനത്തിൽ കാണുന്നുണ്ട്, ഇന്ത്യയിലെ 100,000-ലധികം വരുന്ന കത്തോലിക്ക സന്യാസിനികളുടെ ദേശീയ തലവനായ അപ്പസ്റ്റോലിക് കാർമൽ സിസ്റ്റർ മരിയ നിർമ്മലിനിയും ഇതിനെ ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ടെന്ന്. അതെ, സിസ്റ്റർ മരിയ നിർമ്മലിനി ഇതിനെ കാണുന്നത് കേരളത്തിന്റെ മാത്രമൊരു വിഷയമായല്ല. പിന്നെയോ? ഇതൊരു ദേശീയ മാതൃകയാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും ഈ മാതൃക പിന്തുടർന്ന് സന്യാസിനികൾക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ നൽകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലിന്റെ, അതായത് KCBCയുടെ ജാഗ്രതാ കമ്മീഷനും സർക്കാരിന്റെ ഈ ക്ഷേമ പദ്ധതിയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുണ്ട്. ഓ, അവരും പിന്തുണയ്ക്കുന്നുണ്ടല്ലേ? അതെ, സമൂഹത്തിന്റെ അരികുകളിൽ തികച്ചും വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നവരെ കൂടി ഉൾക്കൊള്ളുന്നതാകണം സർക്കാരിന് നയങ്ങളെന്നാണ് അവർ അടിവരയിട്ട് പറയുന്നത്. അപ്പോ ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഗൗരവമുള്ളതാകുന്നത്. ഒരു വശത്ത്
സന്യാസിനികളുടെ തലപ്പത്തുള്ളവർ തന്നെ ഇതൊരു വലിയ പൗരാവകാശ വിജയമായി ആഘോഷിക്കുന്നു. സിസ്റ്റർമാർക്ക് സാമ്പത്തിക ഭദ്രത ലഭിക്കുന്നു. KCBC ജാഗ്രതാ കമ്മീഷൻ പോലെയുള്ള ഔദ്യോഗിക സമിതികൾ ഇതിനെ പിന്തുണയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് സഭയ്ക്കുള്ളിലെ ചില ഉന്നതർ തന്നെ ഇതിനെതിരെ ഇത്ര ശക്തമായി രംഗത്തു വരുന്നത്? അതാണ് ഈ വിഷയത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. അതെ, ഇന്ത്യൻ കാത്തലിക് പ്രസ് അസോസിയേഷൻ പ്രസിഡന്റ് ഫാദർ സുരേഷ് മാത്യു ഈ പെൻഷൻ പദ്ധതിയെ വിശേഷിപ്പിച്ചത് ഒരു കെണി എന്നാണ്. സന്യാസിനികൾ ഒരിക്കലും ഈ സഹായം സ്വീകരിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും നല്ലൊരു കാര്യത്തെ അവരൊരു കെണിയായി കാണുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ആ സന്യാസവ്രതങ്ങളിലേക്ക് തന്നെ തിരികെ പോകേണ്ടി വരും ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ. ദാരിദ്ര്യവും ബ്രഹ്മചര്യവുമൊക്കെ. അതെ, കത്തോലിക്ക സഭ എന്നത് വെറുമൊരു ആത്മീയ കേന്ദ്രം മാത്രമല്ല, അതൊരു വലിയ സ്ഥാപനം കൂടിയാണ്. പഴയകാലത്തെ ചില കമ്പനി ടൗണുകളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ഫാക്ടറിയും ക്വാർട്ടേഴ്സും ഒക്കെയുള്ള വലിയ സെറ്റപ്പ്. കൃത്യം, ഒരു വലിയ ഫാക്ടറി, ആ ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് താമസിക്കാൻ ക്വാർട്ടേഴ്സ്, അവർക്ക് സാധനങ്ങൾ വാങ്ങാൻ ഫാക്ടറിയുടെ തന്നെ പലചരക്ക് കട, അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ ഫാക്ടറിയുടെ സ്കൂൾ. അവിടെ ആ തൊഴിലാളിയുടെ ലോകം പൂർണ്ണമായും ആ കമ്പനിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഏറെക്കുറെ അതുപോലെ സഭ സ്വന്തം അംഗങ്ങളെ സംരക്ഷിക്കുന്നതിൽ നൂറ്റാണ്ടുകളായി ഒരു സമാന്തര ക്ഷേമരാഷ്ട്രം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു സിസ്റ്ററുടെ ഭക്ഷണവും ചികിത്സയും സുരക്ഷയുമെല്ലാം സഭയുടെ അല്ലെങ്കിൽ ആ കോൺഗ്രിഗേഷന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പൊ എന്റെ ചോദ്യം അതാണ്, ആ വലിയ ഉത്തരവാദിത്തത്തിന്റെ ഒരു ഭാഗം സർക്കാർ ഏറ്റെടുക്കുമ്പോൾ സഭയ്ക്ക് സന്തോഷമല്ലേ ശരിക്കും ഉണ്ടാകേണ്ടത്? സ്വന്തം അംഗങ്ങളെ സ്റ്റേറ്റ് സംരക്ഷിക്കുമ്പോൾ അവർക്കെന്താണ് നഷ്ടപ്പെടാനുള്ളത്? അവിടെയാണ് ഫാദർ സുരേഷ് മാത്യു ചൂണ്ടിക്കാണിക്കുന്ന ആ കെണി ഒളിഞ്ഞിരിക്കുന്നത്. സർക്കാർ ഒരു വ്യക്തിക്ക് നേരിട്ട് പണം നൽകി തുടങ്ങുമ്പോൾ ആ വ്യക്തിക്ക് സ്ഥാപനത്തിനുമേലുള്ള ആശ്രിതത്വം പതുക്കെ കുറയുന്നു. ദാരിദ്ര്യമെന്ന വ്രതത്തിലൂടെ ഭൗതിക സമ്പത്ത് ഉപേക്ഷിച്ച ഒരു സന്യാസിനിക്ക് ഇനി മുതൽ സർക്കാരിൽ നിന്ന് നേരിട്ട് സ്വന്തം പേരിൽ പണം ലഭിക്കാൻ തുടങ്ങും. അപ്പൊ അവർക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണ്ടിവരും. അതെ, സ്വന്തമായി പണം കൈകാര്യം ചെയ്യേണ്ടി വരും. ഇത് അവരുടെ വ്രതങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളെ ലംഘിക്കുന്നതാണോ എന്നൊരു വലിയ ധാർമ്മിക പ്രതിസന്ധി അവിടെ രൂപപ്പെടുന്നുണ്ട്. അതൊരു പോയിന്റാണ്. അതിനുപരിയായി സ്ഥാപനമെന്ന നിലയിലുള്ള സഭയുടെ ബാധ്യതകളെ സർക്കാർ ഏറ്റെടുക്കുമ്പോൾ സഭയ്ക്ക് അതിന്റെ അംഗങ്ങളുടെ മേലുള്ള അധികാരവും സ്വാധീനവും നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് ഈ എതിർപ്പുകൾക്ക് പിന്നിൽ. അപ്പോൾ ഇതൊരു ആത്മീയ പ്രശ്നം മാത്രമല്ല, മറിച്ച് അധികാരത്തിന്റെ ഒരു വലിയ വടംവലി കൂടിയാണല്ലേ? അംഗങ്ങളുടെ മേലുള്ള പൂർണ്ണ നിയന്ത്രണം നഷ്ടപ്പെടുമെന്ന സഭയുടെ ഭയം. തീർച്ചയായും. ഇത് കേൾക്കുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം കൂടി ചോദിക്കാതിരിക്കാൻ കഴിയില്ല. ലേഖനത്തിൽ വളരെ വ്യക്തമായി എടുത്തുകാണിക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ടല്ലോ ഇതിന്. അതെ, തിരഞ്ഞെടുപ്പ്. അതെ, മെയ് മാസത്തിനു മുമ്പ് കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ മാത്രം വരുന്ന ഇത്തരം പ്രഖ്യാപനങ്ങളെ സ്വാഭാവികമായും വിമർശകർ സംശയത്തോടെ നോക്കി കാണില്ലേ? ഉറപ്പായും. ഇവിടെ നമ്മൾ വലതുപക്ഷമോ ഇടതുപക്ഷമോ ആരുടെയും പക്ഷം പിടിക്കുന്നില്ല. പക്ഷെ ഇതൊരു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള നീക്കമാണോ, അതോ സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ ആത്മാർത്ഥമായ ശ്രമമാണോ? തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്തെ ഏതൊരു സർക്കാർ പ്രഖ്യാപനവും രാഷ്ട്രീയ ലെൻസിലൂടെ മാത്രമേ വിലയിരുത്തപ്പെടുകയുള്ളൂ. അത് വളരെ സ്വാഭാവികമാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വലിയൊരു ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാനുള്ള ഏറ്റവും മികച്ചൊരു നീക്കമായി ഇതിനെ കാണാം. വർഷങ്ങളായി അവഗണിക്കപ്പെട്ട് കിടന്നിരുന്നൊരു വിഭാഗത്തിന് നേരിട്ട് സാമ്പത്തിക സഹായം എത്തിക്കുമ്പോൾ തീർച്ചയായും വലിയൊരു രാഷ്ട്രീയ മൈലേജ് അവർക്കതിലൂടെ ലഭിക്കും. അത് ശരിയാ. എന്നാൽ സഭയെ സംബന്ധിച്ച് ഇത് തങ്ങളുടെ ആന്തരിക ഘടനയിലേക്കും സ്വയംഭരണാവകാശത്തിലേക്കുമുള്ള സർക്കാരിന്റെ ഒരു കടന്നുകയറ്റമായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇരിങ്ങാലക്കുട ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ വളരെ കരുതലോടെ ഇതിനോട് പ്രതികരിച്ചത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? സർക്കാരിന്റെ ഈ ഉത്തരവിലെ വ്യവസ്ഥകൾ കൃത്യമായി വിലയിരുത്തിയ ശേഷം ഇതിൽ എന്തെങ്കിലും അപകടം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം മാത്രം പ്രതികരിക്കാം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതൊരു സേഫായ നിലപാടാണ്. ഈ വിഷയത്തിൽ സിസ്റ്റർ ആർദ്രയുടെ നിലപാടുകൂടി നമ്മൾ ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം വെറും പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഇതിന്റെ പ്രായോഗിക തലത്തിലുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട്. തീർച്ചയായും. സിസ്റ്റർ ആർദ്ര സർക്കാരിന്റെ ഈ തീരുമാനത്തെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുമ്പോഴും അവരൊരു വലിയ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നയങ്ങൾ കടലാസിൽ പ്രഖ്യാപിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അത് താഴെത്തട്ടിൽ നടപ്പിലാക്കുമ്പോഴാണ് യഥാർത്ഥ വെല്ലുവിളി വരുന്നത്.
ഈ പെൻഷൻ ലഭിക്കാൻ അർഹരായ എല്ലാ സിസ്റ്റർമാർക്കും അത് കൃത്യമായി കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വളരെ സുതാര്യമായ നടപടിക്രമങ്ങൾ ആവശ്യമാണ്. അതെ, വീണ്ടും പഴയ പോലെ വില്ലേജ് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരരുത്. കൃത്യം. മുൻപ് റേഷൻ കാർഡ് ലഭിക്കാൻ അനുഭവിച്ച അതേ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം ഈ പെൻഷന്റെ കാര്യത്തിലും ആവർത്തിക്കരുതെന്ന് അവർക്ക് വലിയ നിർബന്ധമുണ്ട്. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി നോക്കിയാൽ ശരിക്കും അത്ഭുതം തോന്നുന്നു. വെറും 2 സർട്ടിഫിക്കറ്റുകൾ, അതായത് അവിവാഹിതയാണെന്ന സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും, അത് ഒഴിവാക്കിയ ഒരു ലളിതമായ സർക്കാർ തീരുമാനം എത്ര വലിയൊരു കൊടുങ്കാറ്റാണിവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതെ, അതൊരു ചെറിയ കാര്യമല്ല. ഒരു വശത്ത് അടിസ്ഥാന പൗരാവകാശങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശത്തിനും വേണ്ടിയുള്ള വലിയൊരു പോരാട്ടം, മറുവശത്ത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു മതസ്ഥാപനത്തിന്റെ അധികാരഘടനയും അവരുടെ ആന്തരിക സാമ്പത്തിക വ്യവസ്ഥകളും. ഇതിനിടയിലൂടെ തങ്ങളുടെ വോട്ട് ബാങ്ക് ഭദ്രമാക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രമങ്ങൾ. കേവലം 1600 രൂപയുടെ ഒരു പെൻഷൻ തുകയ്ക്ക് ചുറ്റുമാണ് ഈ വലിയ കളികളെല്ലാം നടക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അതിശയം തോന്നുന്നു. അതെ, ഭരണപരമായ ഒരു ചെറിയ തിരുത്തൽ സമൂഹത്തിൽ എത്രത്തോളം ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണത്. ഒരു പൗരൻ എന്ന നിലയിലുള്ള വ്യക്തിയുടെ അവകാശങ്ങളും ഒരു മതസ്ഥാപനത്തിന്റെ സ്വയംഭരണവും തമ്മിലുള്ള അതിർവരമ്പുകൾ എവിടെയാണ് അവസാനിക്കുന്നത് എന്ന വളരെ സങ്കീർണമായൊരു ചോദ്യമാണ് ഈ സംഭവം നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ കേൾക്കുന്ന നിങ്ങൾ ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. സമൂഹത്തെ യാതൊരു സ്വാർത്ഥതയുമില്ലാതെ സേവിക്കുന്ന, സ്വന്തമായി ബാങ്ക് ബാലൻസോ ഇൻഷുറൻസോ ഇല്ലാത്ത ഈ മനുഷ്യരെ അവരുടെ വാർദ്ധക്യത്തിൽ ആര് സംരക്ഷിക്കുമെന്നത് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ഒരു വലിയ ചോദ്യമാണ്. ഒരു വ്യക്തി ഏത് വസ്ത്രം ധരിക്കുന്നു, ഏത് ആത്മീയ പാത തിരഞ്ഞെടുക്കുന്നു എന്നതിനപ്പുറം വാർദ്ധക്യത്തിൽ അവർക്ക് മാന്യമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവിടെയാണ് സ്റ്റേറ്റ് അതിന്റെ പൗരന്മാരോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നത്. തീർച്ചയായും. ഇപ്പോൾ സർക്കാർ ഒരു മതസ്ഥാപനത്തിലെ അംഗങ്ങൾക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് വളരെ നല്ലൊരു കാര്യമായി നമ്മൾ കാണുന്നു. എന്നാൽ നാളെ ഈ സാമ്പത്തിക സഹായത്തിന്റെ പിൻബലത്തിൽ ആ മതസ്ഥാപനങ്ങളുടെ ആന്തരിക പ്രവർത്തനങ്ങളിലും അവരുടെ സാമ്പത്തിക ഇടപാടുകളിലും, എന്തിന് അവരുടെ ഭരണഘടനയിൽ തന്നെയും ചോദ്യങ്ങൾ ഉന്നയിക്കാനോ ഓഡിറ്റ് ചെയ്യാനോ സർക്കാരിന് അവകാശമുണ്ടെന്നൊരു വാദം ഉയർന്നുവരുമോ? ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് സഹായം നൽകുന്ന കൈകൾ എപ്പോഴും ആ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനുള്ള അവകാശം കൂടിയാണ് പരോക്ഷമായി ആവശ്യപ്പെടുന്നതെന്നാണ്. ഈ പണം ഒരു പാലമായി മാറുമോ അതോ ഒരു ചരടായി മാറുമോ? ഈ വലിയൊരു ചോദ്യം നിങ്ങളുടെ ചിന്തകൾക്കായി വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീണ്ടും കേൾക്കാം.